ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭഗവതി മഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത്. ക്ഷേത്ര ദർശന പ്രാധാന്യം ചിന്തിക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും എന്തുകൊണ്ടാണ് വ്യത്യസ്ത രീതിയിലുള്ള ക്ഷേത്ര ദർശന നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. കാരണം ചിലപ്പോൾ സ്ത്രീകൾ ക്ഷേത്രത്തിൽ കയറി കൂടാന്ന് പറയുന്നു, സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ നിഷ്കർഷയൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള പലതരം ചോദ്യങ്ങൾ അത് വിമർശ രൂപേണ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്നുണ്ട്. പുരുഷൻ സ്ത്രീയെ പ്രതിഷ്ഠിക്കുന്നു, എന്നാൽ സ്ത്രീക്ക് ക്ഷേത്രത്തിൽ കയറിക്കൂടാന്ന് പറയുന്നു, സ്ത്രീക്ക് അവിടെ പൂജ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു, സ്ത്രീകൾക്ക് ഉപാസന ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതിലൊക്കെ എന്താണ് അങ്ങനെ കുറച്ച് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായി വരാൻ കാരണം? അല്ലെങ്കിൽ അങ്ങനെ ചില വൈരുദ്ധ്യങ്ങൾ മുൻപ് എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യവും എങ്ങുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ ലിംഗവ്യത്യാസമില്ല. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ ആരാധന ചെയ്യുവാനും ഉപാസിക്കുവാനും പ്രാർത്ഥിക്കാനും, എന്തിനേറെ ഇന്നത്തെ കാലഘട്ടത്തിൽ പൂജ ചെയ്യുന്നതിൽ വരെ ഒരു തെറ്റും എങ്ങും പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ അന്തർധാരകളിലേക്ക് നമുക്ക് പോകുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ഒന്നും കൂടി വിശദമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളതെന്ന്. സ്ത്രീയും പുരുഷനും എന്ന വ്യത്യാസം മനുഷ്യൻ സൃഷ്ടിച്ചതല്ല, അത് പ്രപഞ്ച സൃഷ്ടിയാണ്. പ്രപഞ്ചത്തിൽ എല്ലാത്തിലും സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട്. മനുഷ്യനിലും മൃഗങ്ങളിലും ജീവജാലങ്ങളിലും മരങ്ങളിലും, എന്തിനേറെ പറയുന്നു കല്ലിൽ പോലും ഈ വ്യത്യാസം കാണാം. ഏത് പ്രായത്തിലുള്ള സ്ത്രീയും ഈശ്വര പ്രാർത്ഥന ചെയ്യരുതെന്നോ ഈശ്വരോപാസന ചെയ്യരുതെന്നോ ഈശ്വര പൂജ ചെയ്യരുതെന്നോ ഒരു മൂലഗ്രന്ഥത്തിലും പറയുന്നില്ല. അങ്ങനെ പറയാൻ പറ്റത്തതുമില്ല. കാരണം പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യത്തെയാണ് ഋഷീശ്വരന്മാർ ദർശിച്ചിരിക്കുന്നത്. ചാതുർവർണ്ണയത്തിന് മുൻപേ തന്നെ ഭാരതത്തിൽ വേദസംഹിതകളൊക്കെ രൂപപ്പെട്ടിരുന്നു. വേദകാലത്ത് സ്ത്രീകൾക്കും സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്കും മാന്യമായ സ്ഥാനമുണ്ടായിരുന്നു. അവരിൽ വിദൂഷികളും വിദ്വാൻമാരും ഉണ്ടായിരുന്നു. ഗാർഗിയും മൈത്രയും ഭാരതീയ വിദ്വൽ സദസ്സിലെ സ്ത്രീരത്നങ്ങളായിരുന്നു. ഋഗ്വേദത്തിന് തന്നെ ഏകദേശം 10,000 കൊല്ലത്തോളം പഴക്കം നമ്മൾ കണക്കാക്കപ്പെടുന്നുണ്ട്. ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ദേവീ പ്രതിഷ്ഠയാണ് എങ്കിൽ സ്ത്രീശിലയിലും അതിന്റെ അടിയിൽ അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്ന പീഠം പുരുഷശിലയിലുമായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ദേവപ്രതിഷ്ഠയാണ് എങ്കിൽ പുരുഷശിലയിലും അതിന്റെ അടിയിൽ അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്ന പീഠം സ്ത്രീശിലയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്ത്രസമുച്ചയത്തിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഷഡാധാരം കഴിഞ്ഞ് സഹസ്രാരപത്മത്തിൽ നടക്കുന്ന ശിവശക്തി സംയോഗത്തിന്റെ പ്രതീകമാണ് ഈ പറഞ്ഞിരിക്കുന്ന പുരുഷ സ്ത്രീ ശിലകളുടെ വ്യത്യാസം. അങ്ങനെ 6 ആധാരചക്രങ്ങളും ഭേദിച്ച് സഹസ്രാരപത്മത്തിലെത്തി പരമ ശിവഭിന്നത്വം പ്രാപിച്ച കുണ്ഡലിനി ശക്തിയെയാണ് പീഠോപരി പ്രതിഷ്ഠയായ ദേവൻ അല്ലെങ്കിൽ ദേവി പ്രതിനിധാനം ചെയ്യുന്നത്. ശരിക്കും സഹസ്രാരപത്മത്തിന്റെ സ്ഥാനത്താണ് ശ്രീകോവിലും ദേവപ്രതിഷ്ഠയും ഉള്ളത്. ശ്രീകോവിലിൽ നിന്ന് ഒഴുകി വരുന്ന തീർത്ഥം യോഗാമൃതത്തിന്റെ പ്രതീകത്വം വഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദേവപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകളും ദേവീ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പുരുഷന്മാരും പൂജ ചെയ്തെങ്കിൽ മാത്രമേ പൂർണ്ണത വരൂ എന്നുള്ളതാണ് പ്രപഞ്ചനീയമായി നമ്മൾ കണക്കാക്കേണ്ടത്. പല വിധത്തിലും പല അളവിലുമുള്ള ഊർജ്ജശക്തി ഭൂമിയിലും പ്രപഞ്ചത്തിലുമുണ്ട്. ഉദാഹരണമായി എടുക്കുമ്പോൾ ജലം ഒരു ഊർജ്ജമാണ്, അഗ്നിയും ഒരു ഊർജ്ജമാണ്, കാന്തവും ഒരു ഊർജ്ജമാണ്. അതുപോലെ വൈദ്യുതിയും യന്ത്രവും അതൊക്കെ ഒരു ഊർജ്ജങ്ങളാണ്. വായുവും ഊർജ്ജവുമാണ്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ ഊർജ്ജത്തിൽ പ്രധാനമാണ് കാമോർജ്ജം എന്ന് പറയുന്നത്. നാം കാണുന്ന ഏത് വസ്തുവിലും ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ വസ്തുക്കളിലും ഊർജ്ജമാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു വിധത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു വിധത്തിൽ ആക്കിയെടുക്കാൻ സാധിക്കും. ഉദാഹരണമായി ജലവൈദ്യുതി പദ്ധതികൾ ജലോർജ്ജത്തെ ഇലക്ട്രിക് ഊർജ്ജമാക്കി മാറ്റുന്നുണ്ട്. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നുണ്ട്. വാഹനത്തിൽ പെട്രോൾ കത്തിച്ച വാഹനം ഓടിക്കുന്നത് അതിന് ഉദാഹരണമാണ്. ഇലക്ട്രിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതാണല്ലോ ഇലക്ട്രിക് മോട്ടോർ വാഹനങ്ങളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായ ഊർജ്ജങ്ങളിൽ പ്രധാനമായ കാമോർജ്ജത്തെ ആത്മീയോർജ്ജമാക്കി കൺവേർട്ട് ചെയ്യാനും സാധിക്കും. സ്വാമി വിവേകാനന്ദനും നമ്മുടെ ഋഷീശ്വരന്മാരും ചെയ്തിരുന്നതും ഇത് തന്നെയാണ്. മനുഷ്യ ശരീരത്തിലുള്ള കാമോർജ്ജത്തെ ആത്മീയോർജ്ജമായി കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അതിന്റെ ഫലമായി ഓർമ്മശക്തി, ബുദ്ധിശക്തി, വീര്യം, പലതരത്തിലുള്ള സിദ്ധികൾ ഇവയൊക്കെ ലഭ്യമാകും.
സന്യാസ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണിത്. അതുകൊണ്ടാണ് സന്യാസികളൊക്കെ ആ ഒരു ബ്രഹ്മചര്യം പാലിച്ചു പോയിരുന്നത്. അതല്ല എങ്കിൽ ഒരിക്കലും ഋഷിയാകാൻ സാധിക്കുകയില്ല. പ്രപഞ്ചത്തിൽ നടക്കുന്ന രീതിയിലുള്ള ഊർജ്ജ കൺവെർഷൻ മനുഷ്യ ശരീരത്തിലും നടക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളും ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. പ്രപഞ്ചം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമുക്കും ജീവിക്കാൻ പറ്റുകയില്ല. പ്രപഞ്ചത്തിന്റെ ജീവനാണ് നമ്മളിലും ജീവനായി പ്രവർത്തിക്കുന്നത്. ഒരു നിമിഷം വായുവില്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. പ്രാപഞ്ചിക ജീവനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ശരീരം. ശരീരം നശിച്ചാൽ അതിനുള്ളിലുള്ള പ്രാണനാകുന്ന വായുവിന് ഒന്നും സംഭവിക്കുന്നതില്ല. അത് പ്രപഞ്ചവുമായി ചേരുന്നു. എങ്ങനെയാണെന്നാൽ ഒരു മൺകുടം നമ്മുടെ മുന്നിലിരിക്കുന്നു. അതിനുള്ളിൽ വായുവുമുണ്ട്. കുടത്തിന് രൂപപ്പെടുത്താൽ കുടം ഉടഞ്ഞു പോകുന്നു. അതിനുള്ളിലുള്ള വായുവിന് ഒന്നും സംഭവിക്കുന്നില്ല. അത് പ്രപഞ്ചവുമായി ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും അശുദ്ധിയുണ്ട്. നിത്യേന പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്നതിനും ശരീരശുദ്ധിക്ക് വേണ്ടി തന്ത്രിമാരും പൂജാരിമാരും ജപിക്കുന്ന സപ്തശുദ്ധി മന്ത്രത്തിലെ 3ാമത്തെ മന്ത്രത്തിൽ ശിരപ്പാണി പാദപാർശ പൃഷ്ടോരോദര ജംഘേ ശിഞ്ചോപസ്തപായവോ ശുദ്ധ്യാന്താം ജ്യോതിരഹം വിരാജ വിവാഹ്മ ഭൂയാസം സ്വാഹ എന്ന് പറയുന്നുണ്ട്. അതായത് സപ്തശുദ്ധി മന്ത്രങ്ങളിലെ 7 മന്ത്രങ്ങളുള്ള സപ്തശുദ്ധി മന്ത്രങ്ങളിലെ 3ാമത്തെ മന്ത്രമാണ്. അതിൽ തന്നെ ശിശ്നമെന്ന് പറയുന്ന വാക്ക് പുരുഷ ജനനേന്ദ്രിയവും ഉപസ്ഥം എന്ന വാക്ക് സ്ത്രീ ജനനേന്ദ്രിയവും പായവോ എന്ന് പറയുന്നത് മലദ്വാരത്തെയുമാണ്. ആ മന്ത്രത്തിൽ തന്നെ നമുക്ക് കണക്കാക്കാം സ്ത്രീയെയും അവിടെ പരാമർശിക്കുന്നുണ്ട്. മനുഷ്യനിലെ 24 തത്വങ്ങൾ ശുദ്ധമായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. കാരണം പൂജ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഉപാസന ചെയ്യുന്ന ആൾ ശുദ്ധമായിരിക്കണം. അപ്പോൾ മാത്രമേ ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുകയുള്ളൂ. പൂജ കഴിഞ്ഞ ശേഷം ദേവന് അല്ലെങ്കിൽ ദേവിക്ക് പൂർണ്ണ പുഷ്പാഞ്ജലി ചെയ്യുന്ന ചടങ്ങുണ്ട്. അത് പൂജ ചെയ്യുന്ന ആളിന്റെ സർവവും, അതായത് 24 തത്വങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈശ്വര ചൈതന്യവും പൂജാരിയും അഭിന്നമായി ഒന്നായി മാറുന്നു. ഏതെങ്കിലും രീതിയിൽ അശുദ്ധി നമ്മളിൽ ഉണ്ടായാൽ ഈശ്വര ചൈതന്യം നമ്മളിൽ സന്നിവേശിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്, ഏത് രീതിയിലുള്ള രക്തവും ശ്രീകോവിലിനുള്ളിലോ ക്ഷേത്ര മതിലിനുള്ളിലോ വീഴുന്നത് അശുദ്ധിക്ക് കാരണമാണ് എന്ന്. ശാരീരിക കാരണങ്ങളാൽ അനിയന്ത്രിതമായ രക്തസ്രാവമുള്ള കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതും ഉത്തമമല്ല. ശ്രീകോവിലിനുള്ളിൽ സ്ത്രീയെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് അതിനുള്ളിൽ സ്ത്രീയെ പ്രവേശിപ്പിക്കരുത്, പൂജ ചെയ്യരുത് എന്ന് പറയുന്നത് പ്രപഞ്ച നിയമമല്ല. സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ഭഗവാനെ എന്ന് ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമി പറയുന്നതും പ്രപഞ്ച നിയമത്തെ മനസ്സിലാക്കിയിട്ടാണ്. എവിടെയും പൂർണ്ണത കൈവരിക്കണമെങ്കിൽ സ്ത്രീ പുരുഷ സമന്വയം വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒരു കുടുംബത്തിലോ ജാതിയിലോ ജനിച്ചത് കൊണ്ട്, സ്ത്രീയായോ പുരുഷനായോ ജനിച്ചത് കൊണ്ട് ഈശ്വരനെ പൂജിക്കുവാനോ ഉപാസിക്കാനോ പ്രത്യേക അധികാര അവകാശങ്ങളൊന്നും സൃഷ്ടിയുടെ മുമ്പിലില്ല. മൂലഗ്രന്ഥങ്ങളിലൊന്നും തന്നെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുമില്ല. ഈശ്വര പൂജ ചെയ്യുവാനും ഉപാസിക്കുവാനും ശരിയായ രീതിയിൽ പഠിച്ച ഏതൊരാൾക്കും പൂജയും ഉപാസനയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഏതൊരാളിനും ഈശ്വര ചൈതന്യം അനുഭവേദ്യമാകുന്ന അറിയാൻ കഴിയും. ജാതമോ മതമോ തടസ്സമല്ല. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. സർവമതസാരവും ഏകമതമത്രേ എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത് സൃഷ്ടി നിയമത്തെ മനസ്സിലാക്കിയിട്ടാണ്. ജാതിയും മതവും ഈശ്വര സൃഷ്ടിയല്ല, മനുഷ്യ സൃഷ്ടിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് തന്നെ ബോധ്യമാകും ഏത് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏത് കാലയളവിലാണ് സ്ത്രീയെ മാറ്റി നിർത്തിയിട്ടുള്ളതെന്ന്. കാരണം അശുദ്ധി ഉണ്ടാകുന്ന ആ കാലഘട്ടങ്ങൾ അത് ക്ഷേത്രത്തെ ബാധിക്കും, അല്ലെങ്കിൽ ക്ഷേത്ര ശുദ്ധി നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സ്ത്രീയെ മാറ്റി നിർത്തുന്നത്. അല്ലാതെ പ്രാർത്ഥിക്കുന്നതിനോ ഉപാസിക്കുന്നതിനോ പൂജിക്കുന്നതിനോ ലിംഗവ്യത്യാസമില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ക്ഷേത്ര ദർശനത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളിലേക്കൊന്ന് എത്തിക്കുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ വളരെ ചെറിയൊരു അംശം നിങ്ങളിലേക്ക് പറഞ്ഞു തരുവാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയോട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാക്കുന്നെങ്കിൽ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.